എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇന്ന് രാത്രിയോടെ തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട്, അതായത് ഇന്ന് രാത്രി ഏകദേശം ഒരു 10 മണിയോടെ തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതിൽ ഉപരി നിങ്ങളുടെ അപേക്ഷയിൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങുകൾ വരുത്താൻ സാധിക്കുന്നതാണ്. എഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നോക്കി അതിലെന്തെങ്കിലും തെറ്റുകളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്തുന്നതിനും, അതുപോലെ തന്നെ നിങ്ങൾ 1-2 ഓപ്ഷൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഓപ്ഷൻസ് നൽകുന്നതിനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ നൽകിയ ഓപ്ഷൻസിൽ കൂടുതൽ ഓപ്ഷനുകളും കോഴ്സുകളും സ്കൂളുകളും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കൊടുത്ത സ്കൂളിൽ ഏതെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അതായത് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് പകരം മറ്റൊരു ഓപ്ഷൻ നൽകുകയോ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനെ രണ്ടാമതായിട്ടോ അല്ലെങ്കിൽ 10ാമത്തേതിനെ ഒന്നാമതായിട്ടോ അല്ലെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സ് കൊടുക്കണമെങ്കിലോ, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള എഡിറ്റിങ്ങുകൾ വേണമെങ്കിലും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ചെയ്യുന്നതിനായിട്ടുള്ള അവസരം നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എടുത്ത് ജസ്റ്റ് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് സ്കൂളുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ 2 സ്കൂളുകളോ 1-2 ഓപ്ഷൻസ്, അതായത് സ്കൂളും കോഴ്സും നൽകുന്നതിന് പകരം ഒരു 10 സ്കൂളെങ്കിലും മിനിമം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നൽകുന്ന സ്കൂളുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതായിരിക്കണം. അല്ലാതെ 10 സ്കൂളുകൾ നൽകാൻ പറഞ്ഞു എന്ന് കരുതി പോയിട്ട് 10 സ്കൂളുകൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വളരെ ദൂരെയുള്ള സ്കൂളുകൾ കൊടുക്കണമെന്നുള്ളതല്ല. നിങ്ങൾക്ക് പോയിട്ട് വരാൻ സാധിക്കുന്ന ഏതൊരു സ്കൂളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോയിട്ട് വരാൻ സൗകര്യമുള്ള ഏതൊരു സ്കൂളും നിങ്ങൾക്ക് നൽകാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു മെയ് 30-ാം തീയതി വരെയാണ് ഇതിനുള്ള അപേക്ഷ നൽകാൻ സാധിക്കുക. അതുപോലെ സ്പോർട്സ് കോട്ടയിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ വഴി വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയി ആ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് ഡോക്യുമെൻറ്റുകളും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്ത് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷയും നൽകാവുന്നതാണ്. ഒരു വിദ്യാർത്ഥി മെറിറ്റ് കോട്ടയിൽ അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കാനായിട്ട് മറ്റൊരു ലോഗിനും, അതുപോലെ തന്നെ ഈ ഒരു MRS, അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് മറ്റൊരു അപേക്ഷയും നൽകേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ മറ്റൊരു അപേക്ഷ നൽകേണ്ടത് നിർബന്ധമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ മുകളിലായിട്ട് വ്യൂ പ്രോസ്പെക്ടസ് എന്നുള്ള ഭാഗം കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇത് MRSൻ്റെ, അതായത് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ആ ഒരു ലോഗിനാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല എന്നിവ നൽകിയിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കളറിലും, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുവപ്പ് കളറിലും കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ആണ് കിട്ടിയിട്ടുള്ളത്, സ്കൂളിൻ്റെ കോഡ് എന്താണ്, അതുപോലെ തന്നെ കോഴ്സ് കോമ്പിനേഷൻ ഏതാണ്, ആ ഒരു കോമ്പിനേഷനിൽ ഉൾപ്പെട്ട സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽസും, അതായത് വിഷയങ്ങളും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് ഒരു ഓപ്ഷൻസ് ഉണ്ടാകും. അത് ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ ഒരു ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവിടെ ആ ഒരു ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ലിങ്കും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസാണ് ഉണ്ടാവുക. അതായത് ഈ ഒരു വ്യൂ റാങ്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് സ്ലിപ്പ്. അത് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ബാക്ക് ബട്ടൺ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നുള്ള
ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുന്നതല്ല. ഇത് ജസ്റ്റ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു കാര്യം ആദ്യം ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള അവസരമാണുള്ളത്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു വ്യൂ റാങ്ക് ലിസ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വ്യൂ റാങ്ക് ലിസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ സ്കൂളിൽ നൽകിയിട്ടുള്ള ഓപ്ഷൻസും, അതായത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിലൊരു സ്കൂൾ ഉണ്ടാവും, കോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, ആ സ്കൂളിലെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കായിട്ട് അവിടെ നൽകിയിട്ടുള്ളത് 500 ആണെന്ന് കരുതുക. ആ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 150 ആണെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതേസമയം നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 170 ആണെന്ന് കരുതുക. ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 159 ആണെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ഈ ഒരു രീതിയിലാണ്, അതായത് നിങ്ങളുടെ റാങ്ക് ഒരു 100 ആണെന്ന് കരുതുക, അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിയുടെ റാങ്ക് ഒരു 98 ആണെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവിടെ ഉറപ്പായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകൾ ഉണ്ടോ നിങ്ങൾ നൽകിയ ഓപ്ഷൻസിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധ്യത ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്ന സ്കൂളുകൾ ഏതൊക്കെയാണ്, ആ ഒരു സ്കൂളുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. കാരണം ഈ ഒരു എല്ലാവർക്കും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാറില്ല. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ളതിന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 10ൽ കൂടുതൽ ഓപ്ഷൻസ് എങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ 2 ഓപ്ഷൻസൊക്കെ നൽകിയിട്ട് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ അലോട്ട്മെൻറ്റ് അങ്ങനെ കിട്ടാതെയൊക്കെ വരുന്ന സമയത്തായിരിക്കും പിന്നീട് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കുന്നത്. അപ്പോൾ പിന്നീട് അതിനുള്ള ഒരു അവസരം പിന്നെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മാത്രമാണ്. അപ്പോഴേക്കും സീറ്റുകൾ ഏകദേശം ഒക്കെ ഫില്ലായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ വീട്ടിൽ നിന്നും പോയിട്ട് വരാൻ സാധിക്കുന്ന ഡിസ്റ്റൻസുള്ള സ്കൂളുകൾ നൽകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഓപ്ഷൻസായിട്ട് വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻസ് ആയിരിക്കണം ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നൽകാം. ഇനി അടുത്തതായിട്ടുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ഓപ്ഷൻസാണ് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ വായിച്ച് നോക്കുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID ഇതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത ശേഷം മാത്രം, അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല തെറ്റുകളും നിങ്ങൾക്ക് പിന്നീട് വരികയാണെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിന് ശേഷം പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു തവണ മാത്രമാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ സാധിക്കുക. പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പുതുതായിട്ട് കോഴ്സുകൾ സ്കൂളുകൾ ആഡ് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ നൽകിയുള്ള അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കാരണം എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു തവണ മാത്രമാണ് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ആ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം പിന്നീട് എന്തെങ്കിലും പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷൻസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം. ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇനി ഓപ്ഷൻസ് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ ഏതെങ്കിലും വിവരങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ EWS അതുപോലെ മറ്റ് റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നൽകേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി ഇനിയൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം മുൻ വർഷങ്ങളും പല വിദ്യാർത്ഥികളും ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് പിന്നീട് ഇനിയും ഒരു 2 ഓപ്ഷൻ കൂടി ആഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റുന്നതല്ല. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു വിധത്തിലുള്ള എഡിറ്റും ചെയ്യാനായിട്ട് പിന്നീട് സാധിക്കുന്നതല്ല. ഒരു തവണ മാത്രമാണ് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.